10 ഞാൻ തോറ്റായിരുന്നു. അപ്പൊ തോറ്റിട്ട് ഞാൻ പിന്നെ രണ്ടാമത് എഴുതിയെടുത്ത് അങ്ങനെയാണ് പഠിച്ചതാണ്. ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് അറിയില്ലെന്നേ ഞാൻ പറയുള്ളൂ, എനിക്കറിയില്ല. കാരണം വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരിക്കുന്നത് മൈക്കിൾ ജാക്സനെ പോലെ അമേരിക്കയിലൊക്കെ പോയി ഒരു വലിയ ഷോ ചെയ്യണം. ഇവർക്കിത് കേട്ട് കഴിഞ്ഞാൽ അമ്മ പറയുന്നത് നെല്ലുകുത്തി തുടങ്ങി എന്ന് പറയും. ആ ജാക്സൺ എനിക്ക് ശരിക്കും ബില്ലി എന്നുള്ളൊരു ഇതുണ്ട്, ഒരു ആൽബം ഉണ്ട്, അതിലുള്ള ജാക്സനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എക്സാക്ട്ലി ഞാൻ തന്നെയാന്നുള്ള ഫീൽ അത് തന്നെയാണ് ഞാൻ കൂടുതൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴും പാടിക്കൊണ്ടിരിക്കുക. ഞാനത് എത്ര തവണ കേട്ടില്ലേ എൻ്റെ ലൈഫ്. She was more like a beauty queen for the boy would sing. She don't matter, but do you mean I am the one who would dance on the floor and run? She said I am the one who would dance on the floor and run. She told me her name was Billie Jean. She calls the scene in the heavy headed, but I do dream being the one who would dance on the floor and round. People always told me, be careful what you do. Don't go around breaking guys' heart. And mother always told me, be careful who you love. Be careful what you do. What's the love you gonna do? The Billie Jean is not my love. She just a girl. Thinks that I am the one. But the kid is still my son. ചേട്ടനെ കാണാൻ മൈക്കിൾ ജാക്സൺ. അപ്പം ഞാൻ ചോദിച്ചു ആരാ മൈക്കിൾ ജാക്സൺ. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാടെക്. പോപ്പ് സംഗീത രാജാവ് നമ്മുടെ സ്വന്തം മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പുകളിലൂടെ നമ്മളെ വിസ്മരിപ്പിച്ച സിബിയാണ് ഇന്നത്തെ എൻ്റെ അതിഥി. നമസ്കാരം. നമസ്കാരം. ഇവിടെയാണ് വീട്? ഞാൻ ചാലക്കുടിക്കാരനാണ്, മണിച്ചന്റെ അടുത്ത്. അവിടെ മേലൂർ എന്നുള്ള സ്ഥലത്താണ് ഞാൻ എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ അമ്മ, അനിയൻ, അനിയത്തി, അച്ഛനില്ല. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോപ്പ് സംഗീത രാജാവ് മൈക്കിൾ ജാക്സന്റെ അതേ ഒരു ചായയാണ്, അതുപോലെയാണ്. എങ്ങനെയാണ് ഇത്ര ഒരു കണക്ഷൻ വരുന്നത്? എനിക്ക് ഈ ജാക്സനെ ആദ്യമായിട്ട് കാണുന്നത് 2009 ശേഷമുള്ള ഒരു കാലഘട്ടം. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മൈക്കിൾ ജാക്സനെ അറിയുന്നതും അദ്ദേഹത്തിൻ്റെ ഡാൻസ് കാണുന്നതൊക്കെ. എനിക്ക് അന്ന് അതുവരെ അറിയില്ലായിരുന്നു മൂൺ വാക്ക് എന്താണെന്നോ മൈക്കിൾ ജാക്സൺ എന്താണെന്നോ അദ്ദേഹത്തിന് ഇത്ര ഒരു വലിയൊരു കലാകാരനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ വിഷ്വൽ ആദ്യമായിട്ട് കണ്ടത് ത്രില്ലർ എന്നൊരു ആൽബമാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിലൂടെയാണ് എനിക്ക് ആളെ പോലെ ആവണം, അങ്ങനെ ആവണം, എനിക്ക് ആളെ പോലെ പാടണം, ഡാൻസ് ചെയ്യണം. പോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പയ്യനാണ് വന്ന് പറഞ്ഞു ചേട്ടനെ കാണാൻ മൈക്കിൾ ജാക്സൺ. അപ്പം ഞാൻ ചോദിച്ചു ആരാ മൈക്കിൾ ജാക്സൺ. ചേട്ടൻ മൂന്ന് വാക്ക് അതെന്താന്ന് ഞാൻ ആ പയ്യനോട് ചോദിക്കായിരുന്നു, കാരണം എനിക്ക് അറിയില്ലായിരുന്നു അതെന്താണ്. ബ്രേക്ക് ഡാൻസ് ആണോ ഇഷ്ടം? മൈക്കിൾ ജാക്സൺ തന്നെയാണോ ഇന്നും നെഞ്ചോട് ചേർക്കുന്നത്? ആ ഡാൻസിനോട് തന്നെയാണോ ഇഷ്ടം? അയ്യോ, അത് മൈക്കിൾ ജാക്സൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഒരിക്കലും അത് ഫസ്റ്റാണ്. അത് കഴിഞ്ഞ് പ്രയോറിറ്റി അത് എപ്പോഴും അതാണ്. കാരണം വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരിക്കുന്നത് മൈക്കിൾ ജാക്സനെ പോലെ അമേരിക്കയിലൊക്കെ പോയി ഒരു വലിയ ഷോ ചെയ്യണം അവിടെ. കാരണം അവിടുത്തെ കുറേ മൈക്കിൾ ജാക്സൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും അവിടെ ഭയങ്കര ഫേമസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഇൻസ്പിറേഷനാണ്. എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം, ഇവിടുന്ന് അവിടെ പോയിട്ട് മൈക്കിൾ ജാക്സനെ പോലെ ആൾക്കാർ, അത് അവരുടെ ഫാൻസിനും ഉള്ളിൽ പോയിരുന്ന് കളിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അത് സത്യം, ഞാൻ ഏറ്റൊരു തവണ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് ആ പാട്ട് ഞാൻ പാടുപോയത് എൻ്റെ കൂടെ. അപ്പോൾ അതാണ് പോപ്പ് സംഗീത രാജാവിനെ പോലെ ഞാൻ പറഞ്ഞു, പാട്ടും നൃത്തവും ഒരുപോലെയുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ സത്യത്തിൽ എനിക്ക് അങ്ങനെ ഇംഗ്ലീഷ് വലിയ പിടുത്തമില്ല. പക്ഷെ എനിക്ക് ജാക്സനെ പോലെ പാടണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം. എനിക്ക് എന്താണോ അത് എന്താണ് തോന്നിയത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്. കാരണം എനിക്ക് ആ സമയത്ത് ഒരേ ലക്ഷ്യമായിരുന്നു, പാടണം എന്നുള്ളത്. എനിക്ക് ഇംഗ്ലീഷ് അറിയുന്നോ അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് അറിയില്ല. ഇപ്പം ഞാൻ ചിന്തിച്ചിരുന്നു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പം ഞാൻ പാടണ്ട എന്ന് ഞാൻ ചിന്തിച്ചേനെ ഇപ്പൊക്കെ ആണെങ്കിൽ. പക്ഷെ അന്ന് എനിക്ക് ആ ഇതേ ഇല്ലായിരുന്നു. എനിക്ക് അച്ചീവ് ചെയ്യണം എങ്ങനെയെങ്കിലും പാടാം. അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ പാട്ടൊക്കെ വെച്ചിട്ട് രാത്രിയിൽ അമ്മ എന്നെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ ഒരു ദിവസം ഭയങ്കര ഒച്ച കിട്ടുന്നു, ഞാൻ നോക്കിയപ്പോൾ നിന്റെ റൂമിലിരുന്ന് നീ പാടുന്നത് ഏതാ, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കാൻ പറഞ്ഞത്.
അതുവരെ അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് എന്റെ സിരകളിൽ കയറി പോയത്. പഠിച്ചതെന്ന് പറഞ്ഞാലും കാസറ്റ് ഇട്ടിട്ട് പഠിച്ചതല്ലേ? CD അന്ന് CD ഇന്നത്തെ പോലെ യൂട്യൂബിലൊന്നും കാണാൻ കിട്ടുകയില്ല. എന്നൊക്കെയാണ് അതെല്ലാം അവൈലബിൾ ഉള്ളത്. അത് CD ആണ്. CD പോയി മേടിക്കുന്നു, പോയി അതോ CD സ്ക്രാച്ച് ആവും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് അടിക്കും, പിന്നെ പോകും, റിപ്പീറ്റ് അടിക്കും. ഇത് തന്നെയായിരുന്നു പണി. അങ്ങനെ കണ്ട് പഠിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര കാരണം ആർക്കും പറഞ്ഞു തരണ്ടായില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാനിത് പഠിക്കണമെന്ന് ഈ ജാക്സൺ പഠിക്കണമെന്ന് വെച്ചപ്പോൾ എനിക്കൊരു ബേസ് കിട്ടി. അത് എവിടെന്ന് വെച്ചാൽ ചാലക്കുടിയിൽ രാകേഷ് മാസ്റ്റർ എന്നൊരു മാസ്റ്റർ ഉണ്ട്. അപ്പം ആളുടെ E2DC എന്ന് പറഞ്ഞൊരു ഒരു സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവിടെ പോയിട്ട് ജോയിൻ ചെയ്താണ് പഠിച്ചത്. അവിടുന്ന് ബേസ് അവിടെ നിന്ന് പഠിച്ചത്. പക്ഷെ ആള് ഞാൻ പിന്നീട് അറിഞ്ഞത് ആള് ജാക്സൺ ചെയ്യും, ഡേഞ്ചറസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എനിക്ക് എപ്പോഴും കാണാൻ പറ്റുമായിരുന്നു. ആളിങ്ങനെ ഓരോ പരിപാടിക്ക് ഞാൻ പോയിട്ട് മറ്റേ സിനിമാറ്റിക് കളിച്ച് കൂടെ ജാക്സൺ അടുത്താണെന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് സ്റ്റേജിൽ പോയി നിൽക്കും. കാരണം അടുത്ത ജാക്സൺ ആണല്ലോ, അപ്പോൾ അത് കാണാൻ വേണ്ടി. ആള് ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ആൾക്കാരെന്ന് വെച്ചാൽ നല്ല പൊക്കമുണ്ട്, നല്ല കറക്റ്റ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ. അപ്പം എനിക്ക് അതൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അതൊക്കെ അപ്പം അവിടെ നിന്നൊക്കെ തുടങ്ങി എനിക്ക് ഭയങ്കര ആവണമെന്നുള്ളൊരു അതിൻ്റെ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടോ ആദ്യമൊക്കെ? പിന്നെ നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ തന്നെ ആയിരുന്നില്ല. അന്നൊന്നും മുടി അത്രയും വളർത്തില്ല. അമ്മ എപ്പോഴും പറയും വെട്ട് എന്ന് പറയും. അപ്പം മുടി അങ്ങനെ ഭയങ്കരമായിട്ട് വളർത്തൂല. പിന്നെ കടകളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മുടി വളർത്താൻ പാടില്ല. അപ്പോൾ അവർക്കൊക്കെ വെട്ടാൻ പറഞ്ഞ് കറക്റ്റാക്കി അങ്ങനെ കൊണ്ടുവന്ന സമയത്ത്, പക്ഷെ ജാക്സൺ എന്നാണ് കണ്ടു തുടങ്ങിയത് എൻ്റെ മൈൻഡേ മാറി. പിന്നെ ഞാൻ മുടി വെട്ടാൻ പറഞ്ഞവരോടൊന്നും ഞാൻ ശ്രദ്ധിക്കും, ഞാൻ നോക്കുപോലില്ല. എനിക്ക് അത്രയും ദേഷ്യം വരുന്നു ആ സമയങ്ങളിൽ കേട്ടോ. സിനിമയിൽ പോലും അപ്പൊ അത് മുടി വെട്ടണം എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നി. അത് ഭയങ്കര സങ്കടമായിരുന്നു. വെച്ചാൽ എന്നോട് മുടി വെട്ടാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ മുടി വെട്ടാനാ, നടക്കില്ല പറഞ്ഞു. അപ്പൊ ഈ സ്ക്രിപ്റ്റ് റൈറ്റർ മറ്റേ ആള് പറഞ്ഞു, സുനിച്ചേട്ടൻ പറഞ്ഞു, എടാ മുടി വെട്ടിയ കുഴപ്പത്തില്ല, വളരൂല്ലോ, നീ സിനിമയ്ക്ക് വേണ്ടിയില്ല ചെയ്യുന്നത് എന്ന് എപ്പോഴും പറയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് താങ്ങാൻ പറ്റില്ല, ഇത് മുടി കളയാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ നിർബന്ധിക്കുക. അത് വേണം, ആ സീൻ കട്ട് ചെയ്തു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പക്ഷെ അത് അന്ന് ആ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സീൻ ചെയ്യുമ്പോഴും മുടി വെട്ടുമ്പോഴും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ആ സമയത്ത് മനസ്സിൽ ഭയങ്കര ഒരു ഇതായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. എൻ്റെ മുടി ഇങ്ങനെ ആയിരുന്നില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ ആയിരുന്നു. അപ്പം ഇങ്ങനെ വീണൊന്നും കിടക്കില്ലായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഫോട്ടോ നോക്കിയിട്ട് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തും കിട്ടുന്നുള്ളൊരു സംഭവമാണ്. നേടിത്തരും, അത് വേറെ സത്യമാണ്. അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോട്ടോയിന് ഇതായിരിക്കും വാൾപേപ്പർ ആയി, അപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് തോന്നുന്നത് എപ്പോഴും അറിയോ, എനിക്ക് എപ്പോഴും എൻ്റെ മുഖമായിട്ടാണ്. കാരണം ഞാൻ പഴയ മൈക്കിൾ ജാക്സൺ, പുതിയ മൈക്കിൾ ജാക്സൺ അല്ല, മേക്കപ്പ് ഇട്ടിട്ടുള്ള അതിന് മുമ്പുള്ള ജാക്സൺ ഉണ്ട്, അത് 80s ആ ജാക്സൺ എനിക്ക് ശരിക്കും ബില്ലി ജീൻ എന്നുള്ളൊരു ഇതുണ്ട്, ഒരു ആൽബം ഉണ്ട്, അതിലുള്ള ജാക്സൺ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എക്സാക്ട്ലി ഞാൻ തന്നെയാന്നുള്ള ഫീൽ അത് തന്നെയാണ് ഞാൻ കൂടുതൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴും പാടിക്കൊണ്ടിരിക്കുക. ഞാൻ അത് എത്ര തവണ കേട്ടു എന്റെ ലൈഫിൽ. പാടാവോ? ഓക്കെ. She was more like a beauty queen from the movie scene. I shared on my but do you mean I am the one who would dance on the floor and around? She said I am the one. She told me her name was Billie Jean as she caused a scene. Thin heavy-headed but eyes would dream being the one who would dance on the floor and round. People always told me, be careful what you do. Don't go around breaking girls' hearts. And mother always told me, be careful who you love. Be careful what you do, 'cause the lie becomes the truth. The Billie Jean is not my love. She's just a girl. Claims that I am the one, but the kid is not my son. അയ്യോ, ഞാൻ ലൈവായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എന്റെ വീട്ടിലിട്ട് കഴിഞ്ഞാൽ എന്റെ അനിയനോ അനിയത്തിക്കോ അമ്മയ്ക്കോ ഇഷ്ടമല്ല. കാരണം അവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം അത്ര തവണ കേട്ടിട്ടുണ്ട്. ഇതൊരു 100 തവണ കേട്ടിട്ടുണ്ടോ? അതൊന്നും അല്ല.
അവരെപ്പോഴും ഇവർക്കിത് കേട്ട് കഴിഞ്ഞാൽ അമ്മ പറയുന്നത് നെല്ലുകുത്തി തുടങ്ങി എന്ന് പറയും. വന്നോണ്ട് അമ്മ അങ്ങനെ പറയണെങ്കിൽ കേട്ട് 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 നമുക്കത് പഠിക്കണം. ആ ആക്സെന്റൊക്കെ ഞാൻ കൂടുതൽ ഇംഗ്ലീഷ് മൂവീസ് ആണ് കാണുന്നത്. സത്യമായിട്ട് എനിക്കൊരു തേങ്ങ അറിയില്ല അതില്. ഇംഗ്ലീഷ് അത് നേരത്തെ പറഞ്ഞു, ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ഒരാൾ ഇങ്ങനെ മൈക്കിൾ ജാക്സന്റെ പാട്ട് ഇങ്ങനെ പാടുക എന്ന് പറയുന്നതേ അതൊരു വലിയ സംഭവം കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് സിനിമയിൽ ഒന്നും അറിയില്ല, പക്ഷെ ഞാനിത് കണ്ടിരിക്കും. എനിക്ക് ഇംഗ്ലീഷ് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ എൻ്റെ ഐഡോള് പാടുന്ന ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ്, പക്ഷെ പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പാട്ടിന്റെ ആക്സെന്റ് എങ്ങനെയോ അതെന്റെ കയ്യിൽ വന്നു. അത് തന്നെയാണ് എന്റെ ഭാഗ്യം എന്ന് ഞാൻ പറയാം. ഭാഗ്യമായിട്ട് കാണാം. കാരണം അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഒരിക്കലും ഒരു ഇപ്പൊ ഞാൻ ആ ഫ്ലവേഴ്സ് ഷോയിൽ ചെയ്താൽ പോലും ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ മലയാളത്തില് ശിവാസ് പാണ്ഡ്യ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയോ അത് ഞാൻ പറഞ്ഞ ഭാഗ്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന മനസ്സ് നമ്മൾ തുറന്ന് ആഗ്രഹിച്ച് കിട്ടും എന്നുള്ളൊരു സത്യമാണ്. പാട്ട് പഠിച്ചുകൊണ്ടാണ് എനിക്ക് മറ്റുള്ള പാട്ടുകളിലേക്ക് കയറാൻ പറ്റി. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഒരു വേറെ പാട്ട് എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ഈ ഒരു പാട്ട് ഞാൻ പഠിച്ചാൽ ആക്സന്റ് കിട്ടി, ആളുടെ ആ ഒരു ടെക്നിക്ക് കിട്ടി, ആ ഒരു വോയിസിലെ മോഡുലേഷൻ കിട്ടി. അതൊക്കെ കാരണമാണ് എനിക്ക് അടുത്ത പാട്ട് പറ്റിയത്. ഞാൻ ഇത് ഫസ്റ്റ് ഈ ബില്ലിജിൻ പാടിയത് ആദ്യം മറ്റേ ചാനലിലായിരുന്നു. അത് രണ്ടാമത്തെ ചാനൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ബീറ്റിട്ട് പാടിയത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒട്ടും അറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അതിന്റെ അർത്ഥങ്ങളോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട്, വായിക്കാൻ അറിയാം, എഴുതാനും അറിയാം. പക്ഷെ എനിക്കത് മീനിങ്സ് അറിയില്ല. മീനിങ്സ് അത് ഇപ്പോഴും മറ്റേ ഇതുപോലെയാണ്, മുറിവേദന പോലെയാണ്. മുറിവേദന ആളെ കൊല്ലുന്നുള്ള സത്യമാണ് അത് എനിക്ക് അതിനെ കുറിച്ച് ഒരു തേങ്ങ അറിയില്ല. കാരണം ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രോളിന്റെ ബഹളായിരിക്കും. അല്ല, അത് ഞാൻ പറയണ അതാണ് സത്യം. അപ്പൊ എനിക്കത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും പഠിച്ചതാണ്. ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് അറിയില്ലെന്നേ ഞാൻ പറയുള്ളൂ, എനിക്കറിയില്ല. പക്ഷെ എന്നാലും അതിങ്ങനെ വലിയൊരു കാര്യം തന്നെയാണ്, ആൾക്കാർക്ക് ഒരു ഇൻസ്പയർ ആണ്. പ്രിന്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. കഫേ പോയിട്ട് നമ്മൾ പ്രിന്റ് ഒക്കെ എടുത്തിട്ട് വീട്ടിൽ പോയിരുന്നു ഇങ്ങനെ കേൾക്കുമ്പോ ഇന്ന വേർഡാണെന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെയോ അത് നമ്മൾ പറയില്ലേ, ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് ആ വേർഡ് എന്താണ് പറയണെന്നുള്ളൂ എനിക്കറിയില്ല. അല്ലെങ്കിൽ ആ വേർഡിന്റെ ആക്സെന്റ് എന്താണെന്ന് അറിയില്ല. പക്ഷെ എങ്ങനെയോ തലയിൽ കയറിയതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇപ്പം ജീവിതത്തിലായാലും ഇത് ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ സിനിമയിൽ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. ഡാൻസ് എന്നതിലപ്പുറം മുഴച്ചു നിൽക്കാത്ത രീതിയിൽ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. ഈ ഡാൻസിലൂടെ അങ്ങനെ രാഷ്ട്രീയം നമുക്ക് പറയാൻ പറ്റുമോ? രാഷ്ട്രീയം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഡാൻസേഴ്സ് അനുഭവിച്ച വേദന തന്നെയാണ് ഇതിൽ പറയുന്നത് തന്നെ. അത് എനിക്ക് തോന്നുന്നു ഡയറക്ടർ അതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാണ്ട് വേറെ റാപ്പിലൂടെ വേടൻ അനുഭവിച്ച കാര്യങ്ങളും ജാതീയതക്കെതിരെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ എല്ലാവരും ഇപ്പൊ ഇതിലെ എഴുത്തുകാരനായാലും വേടനോട് ഈ സിനിമ കാണാൻ പറയുന്നുണ്ട്. വേടനെ എവിടെയൊക്കെയോ കാണാൻ പറ്റി സുരയിലെന്ന്. ആണല്ലേ? ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സുര എന്ന ക്യാരക്ടർ എപ്പോഴും വേടൻ ഒരു പ്രത്യേകത വെച്ചാൽ അതെല്ലാം ഒരു പാട്ടിലൂടെ സുര ഇതിലും കാണിച്ചത് അത് തന്നെയാണല്ലോ. ലാസ്റ്റ് ആ ഒരു പെർഫോമൻസിലൂടെയാണ് അത് സുര പുറത്തേക്ക് കാണിക്കുന്നത്. എനിക്ക് ഇത്ര വേദന ഉണ്ടെന്നുള്ളത്. അത് തന്നെയാണ് ഈ ഡയറക്ടർ ഉദ്ദേശിച്ചതും. ഈ പറഞ്ഞ പോലെ വേടൻ തന്നെയാണ് സുര എന്നുള്ളത്. അതാണ് അതിന്റെ ഒരു ഈ പ്രിയപ്പെട്ട വേട ഈ സിനിമ കാണൂ എന്ന് ഒരു 2 വാക്ക് എഴുതിയിടൂ എന്ന് പോസ്റ്റ് കണ്ടായിരുന്നു. കണ്ടിരുന്നു. അപ്പൊ ചോദിച്ചായിരുന്നു അതേ കുറിച്ച്? ഇല്ല, ഞാൻ ഇന്ന് രാവിലെ കണ്ടത്. എനിക്കത് ചോദിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് കറക്റ്റ് തന്നെയാണ്. ഡയറക്ടർ എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. കാരണം വേടൻ ഇഷ്ടമാണ്. പിന്നെ വേടൻ ഇഷ്ടപ്പെടാണ്ട് ആരുള്ള ആള് എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ ജാക്സന്റെ ഒരുപാട് കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ മലയാളത്തിലെ ജാക്സൺ ആളാന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ഇൻഫ്ലുവൻസ് ആണ് ആൾക്ക്. എനിക്ക് തോന്നുന്നു വേടൻ ആ ഒരു ലെവൽ തന്നെയാണ് മൈക്കിൾ ജാക്സന്റെ പോലെ. കാരണം അത്രയും ആൾക്കാർ കാണാൻ ഓടി വന്ന്. ഞാൻ കണ്ടേക്കുന്നത് മൈക്കിൾ ജാക്സൺ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഫെയിന്റ് ആവുക അതൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ വേടനിൽ കാണുമ്പോൾ നമ്മളിങ്ങനെയാണ്. പിന്നെ കണ്ടേക്കുന്നത് നമ്മുടെ മണിച്ചേട്ടനിൽ ഇതുപോലെ തന്നെയാണ്. ഈ ഒരു ഞാൻ പലപ്പോഴും മണിച്ചേട്ടനോട് മണിച്ചേട്ടൻ്റെ നമ്മൾ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇങ്ങേരും ഈ മൈക്കിൾ ജാക്സനെ പോലെയാണ്. കാരണം മണിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ചാലക്കുടി അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്ന ഒരു സമയം. ഭയങ്കരമായിട്ട് ആൾക്കാർ കൂടിയിട്ട്, അത് സത്യം പറഞ്ഞ ചാലക്കുടിക്കാരല്ലത്, പുറമേ വന്നു. ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു കല. പിന്നെ ഞാനൊക്കെ എങ്ങനെയായിരിക്കും ഞാൻ ഫ്രണ്ടിലുണ്ടായിരുന്നു. എനിക്ക്
പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ആ സമയത്ത് മരിച്ചു എന്നൊക്കെ വിചാരിച്ചു. കാരണം വെച്ചാൽ അതുപോലെ ജനം കൂടിയിട്ട് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഒരു നടൻ മരിച്ചപ്പോ ഒരാളും കൂടിയിട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അത് എന്താണ് ചാലക്കുടിക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കരുത്, എന്ത് സംഭവം എന്നുള്ളത്. കാരണം അത്രയേറെ ഒരു ഞെട്ടലായിരുന്നു ഞങ്ങൾക്കൊക്കെ. ഒന്ന് മരിച്ചതും പിന്നെ ഇത് കണ്ട കൂടി എനിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേടനാണ് ഇപ്പൊ ആ ഒരു സ്ഥാനം വന്നേക്കണെന്ന് തോന്നുന്നു. സിബിക്കും ആ ഒരു സ്ഥാനം വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ മൈക്കിൾ ജാക്സന്റെ ചെയ്യുന്നവരാരും ഇല്ലല്ലോ. ഇല്ല, കേരളത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് പാടി നൃത്തം ചെയ്യുന്ന ലൈവ് ചെയ്യാനായിട്ട് പലപ്പോഴും ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിലും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടില്ല. ആകെ കണ്ടിരുന്നത് പുറം രാജ്യങ്ങളിൽ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തത് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് പുറമെ ചെയ്യുന്ന. അപ്പൊ അത് കാണുമ്പോൾ നമുക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത വന്നത് ഈ ഒരു കാര്യം കണ്ടതിന് ശേഷമാണ്. ശരിക്കും പറയണേ, നിറത്തിന്റെ പേരില് അങ്ങനെയൊക്കെ ലൈഫിൽ എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി വന്നിട്ടുണ്ട്? ഇൻസെക്യൂരിറ്റി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ പറയുവാണെങ്കിലും നിറം ഒരു ഘടകം തന്നെ ഏത് സമയത്തും നമ്മുടെ സമൂഹത്തില്. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഡയറക്റ്റ് അല്ല, ചെറിയ ചെറിയ ഇതിലൊക്കെ ചിലപ്പോൾ നമ്മളൊരു കാണാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ തന്നെ ട്രോളിപ്പോവും. ഇങ്ങനെയൊക്കെ എന്താ പറയുക, നമ്മളിങ്ങനെ അവഗണന കാണുമ്പോൾ നമ്മൾ തന്നെ പറയും, എന്നെ കാണാൻ പറ്റില്ല, ഞാൻ വല്ല വെട്ടത്തൊക്കെ നിൽക്കേണ്ടി വരും. ഒരുപാട് പേര് അത് ചിരിച്ചിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ ഞാൻ ചോദിച്ചത് മുടീനെ കുറിച്ചായിരുന്നു. മുടിന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു 4 ആൾക്കാർ നമ്മളിങ്ങനെ നിൽക്കുന്നു, നമ്മൾ സൈഡിൽ നമ്മൾ സെൻട്രിൽ കൂടെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആൾക്കാർ ഇത് പറയുന്നു, ദേ വരുന്നു മുടി വെട്ടിയാൽ. നിനക്കൊക്കെ മുടി എന്ന് വെച്ചാൽ അതിലൊരാളെപ്പോഴും പറയരുത്, നിനക്ക് മുടി വെട്ടി വല്ല നന്നായിട്ട് നടന്നോട്ടെ. അപ്പോൾ എല്ലാവരും കൂടി ചിരിക്കുന്നു. അപ്പം അവർക്കതൊരു തമാശയാണത്. പക്ഷെ അത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് എത്രത്തോളം വേദന ഉണ്ടാകും. അത് ഒരിടയ്ക്ക് അത് കേട്ട് പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ ഇതൊക്കെ അനുഭവിക്കണം. പക്ഷെ ഞാൻ എപ്പോഴാണോ പ്രോഗ്രാം ചെയ്തത് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഇവൻ എന്തിനാണ് മുടി വളർത്തിയത്, എന്തിനാ. പക്ഷെ എന്നാലും ഇപ്പോഴും നമ്മൾ മുടി കാണുമ്പോഴും പലർക്കും അത് അരോചകമായിട്ട് തോന്നാറുണ്ട്. അത് അവരെ ഞാൻ പറഞ്ഞില്ല, ഒരാളെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ വേദന ഉണ്ട്. അത് അവഗണനയാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അത് ശരിയാണ്. എല്ലാവർക്കും ആ ഒരു വേദന ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഉറപ്പായിട്ടും എല്ലാവരും. ഇപ്പൊ ഞങ്ങളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മുടി വെച്ചോ അല്ലെങ്കിൽ ഒരു കളർ വെച്ചോ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, എല്ലായിടത്തും അവഗണനയുണ്ട്. അപ്പൊ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ വേദന അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളെ ചെയ്യാണ്ടിരിക്കുക, അതാണ് ഏറ്റവും വലിയൊരു അതിന്റെ സൊല്യൂഷൻ. അല്ലാണ്ട് നമ്മൾ അവൻ ചെയ്തു ഇത് ചെയ്തു അല്ലെ അവരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഇത് തന്നെയാണ് നമ്മൾ തമാശ പറയാണ്ടിരിക്കുക, അതൊക്കെയാണ് ഏറ്റവും നല്ല കാര്യം. പണ്ടത്തെ സിനിമകളിലൊക്കെ അങ്ങനെ ചിരി വരാറുണ്ടല്ല. അത് എന്തിനത് പറഞ്ഞു എന്നുള്ളൊരു ചോദ്യം നമുക്ക് എല്ലാവർക്കും. നമ്മളെന്താ കാര്യം എന്ന് പറയും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റാണ്ടിരുന്നത് പണ്ട് മുതലേ അതെല്ലാവരും നമ്മുടെ തലയിൽ കയറിയേക്കുന്ന, അത് പെട്ടെന്ന് ഒഴിഞ്ഞൊന്നും പോയില്ലല്ലോ. അപ്പൊ അത് പോണെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോഴുള്ള എല്ലാവരും ഇത് തന്നെ പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അപ്പൊ നമ്മൾ അറിയേണ്ടി ചിരിച്ചു പോകും. അത് സത്യമാണ്, ആ റിയാലിറ്റിയാണത്. പക്ഷെ ഞാൻ പറയുന്നത് ഇനി വരുന്ന തലമുറകളോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള ഈ ഇമോഷൻസ് വെച്ചുള്ള ഒരു തമാശയും വേണ്ട എന്നുള്ളതൊക്കെ. അതൊക്കെ ഇനിയും ആരെങ്കിലൊക്കെ വന്ന് പറയട്ടെ, സംഭവിക്കട്ടെ, എനിക്ക് അത്രേ പറയുള്ളൂ. സിനിമ, അമേരിക്കൻ ഷോ, അതിൽ ഏത് വന്നാലും ഏതാണ് ഫസ്റ്റ് ചൂസ് ചെയ്യുക? അമേരിക്കൻ ഷോ തന്നെയാണ്. ഞാൻ പറയുന്നത് അത് കിട്ടാനായിട്ട് ഒരു ആക്സെപ്റ്റിബിലിറ്റി കുറവാണ്. എത്ര വർഷം ഒരു അമേരിക്കൻ ഷോക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നത്തിന്റെ പുറകെ പോയി കാണും? എനിക്ക് തോന്നുന്നു 2009-10 തുടങ്ങി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഇത്രയും വർഷമുണ്ട്. എത്ര വർഷമായെന്ന് ആലോചിച്ച് നോക്കണം. അത് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്, അങ്ങ് അടിത്തറയിൽ കിടക്കുന്നുണ്ട്. അത് എങ്ങനെയൊക്കെ പോയാലും നമ്മളത് മറക്കില്ല. അത് അങ്ങനെയാണത്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് ആഗ്രഹം തന്നെയാണത്. അപ്പോ ശരിക്കും ചാലക്കുടിക്കാർക്ക് മണിച്ചേട്ടന് ശേഷം കിട്ടിയൊരു താരമാണല്ലേ? എന്തോ കുഴപ്പമില്ല, അല്ല ആൾക്കാർ അങ്ങനെ തന്നെ പറയുന്നു. പിന്നെ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ക്ലൈമാക്സ് രംഗം, അതാണ് നമ്മളെല്ലാരെയും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്ന, എന്താ പറയാ, സിരകളിലൊക്കെ ഇങ്ങനെ ആ ഒരു സീന് തിയേറ്ററിൽ കണ്ട സമയത്ത് ഇപ്പോ അമ്മയായാലും വീട്ടിലുള്ള ആൾക്കാരെല്ലാരും കണ്ടപ്പോ എന്തായിരുന്നു പറഞ്ഞത്? അത് നമ്മള് എന്താ പറയാ, അമ്മ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഇത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കരച്ചില വന്നതെന്ന് പറഞ്ഞു. ഞാനൊക്കെ എനിക്ക് കാരണം വെച്ചാൽ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് കൊണ്ടു.
അത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം വെച്ചാൽ അമ്മ പലപ്പോഴും എൻ്റെ പരിപാടി കണ്ടിട്ട് എന്നെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്, ഒരിക്കലും ഇമ്പ്രസ്ഡ് ആവില്ല. അങ്ങനെയാണല്ലോ റിയാലിറ്റി. പക്ഷെ അമ്മ പറഞ്ഞു, മോനെ ചെയ്തപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു, പല സീനുകളും എനിക്ക് നന്നായിട്ട് ടച്ചായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ട് കഴിഞ്ഞപ്പോൾ. പിന്നെ ഇതുപോലെ തന്നെ കൂട്ടുകാർ വിളിച്ചും പറഞ്ഞു, അവിടുത്തെ കുറേ നാട്ടുകാർ എന്നെ ഇങ്ങനെ മെസ്സേജ് അയച്ചു വന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ നല്ല ഹാർഡ് വർക്ക് ആയിരുന്നു ഈ ഒരു ലാസ്റ്റത്തെ പോർഷൻ. ശ്രീത്ത് മാസ്റ്റർ കൂടെ ഒരു ആളുടെ ശിഷ്യനുണ്ടായിരുന്നു, ഒരു ബ്രോ ഉണ്ടായിരുന്നു, മറ്റേ ടൂത്ത്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അഖിൽ എന്ന് പറഞ്ഞത്. അവർ രണ്ടുപേരുമാണ് എന്നെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച്. എന്ന് വെച്ചാൽ 1 മാസത്തോളം നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു എനിക്ക് മാത്രമായിട്ട് കേട്ടോ. ആ ക്യാരക്ടർ, ആ ഡാൻസ്, ലാസ്റ്റ് പെർഫോമൻസ് നന്നാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തന്നെ എന്നെ കൊല്ലം വിളിച്ച്. പക്ഷെ മൈക്കിൾ ജാക്സൺ ഈ സിനിമകളിൽ ഉള്ളത് കൊണ്ട് തന്നെ എളുപ്പമായിരുന്നില്ല. മൈക്കിൾ ജാക്സൺ ഓക്കെ ആയിരുന്നു, പക്ഷെ അതിനുശേഷമുള്ള ഒരു ഫോം ഉണ്ടല്ലോ, അത് കുറച്ച് പണി. പിന്നെ മൈക്കിൾ ജാക്സൺ ഞാൻ ഒരു കാര്യം പറയാണ്, നിങ്ങൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ കണ്ട മൈക്കിൾ ജാക്സൺ ശരിക്കും ഞാൻ ചെയ്തിട്ടില്ല. അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന് മുമ്പുള്ള ഷോയ്ക്ക് കാണാനെങ്കിൽ അറിയാൻ പറ്റും. ആ ഷോയിൽ പോലും ഞാൻ ഇത്ര പെർഫെക്ഷൻ അല്ല. എന്തോ ഈ സിനിമയിൽ ഞാൻ ചെയ്തത് എനിക്ക് പോലും ചെയ്ത് അതിൻ്റെ ഒരു സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയായിരുന്നു. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തു. അല്ലെങ്കിൽ ആ സമയത്ത് വന്നു എന്നാണ് പറയുന്നത്. കാരണം ആ 1 മാസത്തോളം സാറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഈ ഡയറക്ടർ സാറും ഉണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ പറയായിരുന്നു, ആ സൂര്യ എങ്ങനെയാണ് സാർ. നമുക്കത് ഭയങ്കരമായിട്ട് പ്രചോദനം കിട്ടി. പിന്നെ മറ്റേ ശ്രീത്ത് മാസ്റ്റർ നന്നായിട്ട് എപ്പോഴും പറയായിരുന്നു, ആൾ കൂടെ നിന്നിട്ട് എടാ അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മാസത്തോളം തന്നെ ഒരു ദിവസം ഫുള്ള് എന്ന് വെച്ചാൽ രാവിലെ വരുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, വൈകുന്നേരം വരെ, അതിന് പിന്നെ പോയി കിടന്നുറങ്ങുന്നു, പിന്നെ തിരിച്ചു വരുന്നു. ഇത് തന്നെയാണ് 1 മാസത്തോളം ചെയ്തത്. അതാണ് ആ ഒരു പെർഫെക്ഷൻ ആണ് എൻ്റെ ഒരു തോന്നല്. അപ്പൊ 80-90 കാലഘട്ടത്തിൽ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ബ്രേക്ക് ഡാൻസ്. എല്ലാവരും കളിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ കൂടി ചില ആൾക്കാർക്ക് അത് സ്റ്റേജുകളിലൊന്നും എത്തിപ്പെടാനൊന്നും പറ്റിയില്ല. അപ്പൊ അത് എത്രത്തോളം ഒരു എന്താ പറയാ ജീവിതമായിട്ട് റിലേറ്റ് ആയിട്ടുണ്ട്? ഒരു കൂട്ടം ഡാൻസേഴ്സിൻ്റെ ഒരു ജീവിതം കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ആ സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരായിരുന്നു. അപ്പോൾ ഡാൻസ് കൂടുതൽ പഠിക്കണം. പക്ഷെ എൻ്റെ തലയിലൊന്നും കയറിയിട്ടുണ്ടായില്ല, കാരണം ഞാൻ ടെൻഷനിലായിരുന്നു. കാരണം ആദ്യത്തെ മൂവിയാണ്. ആ സമയങ്ങളിലെല്ലാം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഒന്ന്, എൻ്റെ കൂടെ വരുന്ന എല്ലാ ആക്ടേഴ്സും അവരെല്ലാവരും ആക്ടിങ്ങിന് വേണ്ടി ജീവിക്കുന്ന, ഞാൻ ഇങ്ങനെ സാറിൻ്റെ എന്തോ അതല്ല, ആളുടെ ഒരു നിർബന്ധമായിരുന്നു വെച്ചാൽ ആൾക്കത് വേണമെന്നുള്ളൊരു ഇതായതുകൊണ്ടായിരിക്കും ഞാൻ എത്തിയത്. പക്ഷെ അതിപ്പോൾ എനിക്ക് ഭാഗ്യമായിട്ടോ, എനിക്കിപ്പോൾ ഭാഗ്യമായിട്ട് തോന്നുന്നു. പക്ഷെ അത് അങ്ങനെ യാദർച്ഛികമായിട്ട് വന്നതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായി അവരായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകാനായിട്ടും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ്. എന്ന് വെച്ചാൽ ഈ അത് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ വരുമ്പോൾ എനിക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ അവർ കറക്റ്റായിട്ട് ചെയ്യും, നമ്മൾ ഇടയ്ക്ക് ഒരാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അത് റീടേക്ക് എടുക്കണം. അപ്പൊ അതിലൊക്കെ ഞാൻ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഞാനത് തുറന്നു പറയാണ്, എനിക്കതിന് മടിയില്ല. ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. കാരണം കോർട്ടിസ്റ്റുകൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തോ അതെല്ലാം നല്ലതായിട്ട് പിന്നീട് ചെയ്യാൻ പറ്റി. പിന്നീട് അവർ അപ്പോഴും കംഫർട്ട് ആക്കുമായിരുന്നു, കുഴപ്പമില്ല, സെറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള എപ്പോഴും കംഫർട്ട് ആക്കുമായിരുന്നു. അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ബ്രേക്ക് ഡാൻസ് കളിക്കുന്നവർക്ക് മൈക്കിൾ ജാക്സനെ കളിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എല്ലാവർക്കും പറ്റണമെന്നില്ല, ശരിയാണ്. പക്ഷെ എന്നാലും അതിലേക്ക് എത്താൻ എനിക്ക് എപ്പോഴും ശ്രീത് മാസ്റ്റർ എപ്പോഴും പറയും, എടാ ബ്രേക്ക് ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മൈക്കിളിനെ എടുക്കരുത്, അത് വേറൊരു സ്റ്റൈലാണ്, നമ്മൾ ആ സ്റ്റൈലിലേക്ക് നമ്മൾ കൺവേർട്ട് ആവണം എന്ന് പറഞ്ഞു. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക്, കുറച്ച് നാളല്ല, കുറേ നാൾ ചെയ്തിട്ടാണ് അത് കിട്ടിയത് എനിക്ക്. അപ്പോൾ ജാക്സൺ ചെയ്യാൻ പറയുമ്പോൾ ജാക്സൺ ചെയ്യും, മറ്റേത് വരുമ്പോൾ നമ്മൾ അറിയേണ്ടതിലേക്ക് ആവും. പഠിച്ചിട്ടുണ്ട്? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ +2 ഫുൾ എത്തിയില്ല. 10 ഞാൻ തോറ്റായിരുന്നു. അപ്പോൾ തോറ്റിട്ട് ഞാൻ പിന്നെ 2ാമത് എഴുതിയെടുത്ത് അങ്ങനെയാണ് ഞാൻ ജയിച്ചത്. പക്ഷെ +2 വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴേക്കും ഇത് തലയ്ക്ക് പിടിച്ച് കലയായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ +1 വരെ പോയിട്ടുള്ളൂ. +2ലേക്ക് എത്തിയപ്പോഴേക്കും പിന്നെ എനിക്ക് പോകണ്ടെന്ന് ഞാനായിട്ട് നിർത്തി. അപ്പൊ ഓരോ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലിയൊരു ഇത് തന്നെയാണ്, നമ്മുടെ തലയിൽ ഒരു ഭാരമാണ്. അപ്പം അമ്മയും അച്ഛനില്ലാത്ത ഒരു കുട്ടിയാവുമ്പോൾ അമ്മ പറഞ്ഞിരുന്നു, ഇനി മോനാണ് കുടുംബം നോക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മള് കലയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുടുംബക്കാരൊക്കെ കുറ്റപ്പെടുത്തിയിരുന്നു, ഇവരിങ്ങനെ കലയുമായിട്ട് പോവാതെ പണിക്ക് പോയി കൂടെ. അത് ഞാൻ ഒരിക്കലും അമ്മേനെ കുറ്റം പറയില്ല, കാരണം അതെല്ലാം അമ്മമാരെ അനുഭവിക്കുന്നതാണ്. അവർക്ക് അതേ പറയാൻ പറ്റുള്ളൂ. അവർക്കൊരു പരിധിയില്ലേ. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇത് നിർത്തി വേറൊരു ജോലിക്ക് പോവാ. അത് ഞാൻ അമ്മേനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. അതെല്ലാ അമ്മമാരും പറയണം എന്നേ ഞാൻ പറയുള്ളൂ.
പക്ഷെ അത് കുറ്റപ്പെടുത്തലോ അതായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊരു റിയാലിറ്റിയാണത്. നമ്മൾ അനുഭവിക്കേണ്ട ഒരു റിയാലിറ്റി തന്നെയാണത്. എല്ലാ കലാകാരന്മാരും, ഞാൻ മാത്രമല്ല എല്ലാവരും അനുഭവിക്കേണ്ടത്. അപ്പം ജോലിയാണെങ്കിലും ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, സെയിൽസ്മാനൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ എന്തൊക്കെ അങ്ങനെയുള്ള പണികൾ ചെയ്തിട്ടുണ്ട് ലൈഫ്? സെയിൽസ്മാനായിട്ട് നിന്നിട്ടുണ്ട്, വെൽഡിങ് ഷോപ്പിൽ നിന്നിട്ടുണ്ട്, ഹോട്ടലിൽ നിന്നിട്ടുണ്ട്, ബാറിൽ നിന്നിട്ടുണ്ട്, ബാറിലൊക്കെ ഭക്ഷണം കൊണ്ട് സപ്ലയർ ആയിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചെയ്യാത്ത ജോലികളൊന്നും ഇല്ല അല്ലേ, പകുതി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതില് എവിടെയോ ഈ ഗോൾഡ്, നമ്മുടെ ഈ ജ്വല്ലറി ഷോപ്പിലൊക്കെ സെയിൽസ്മാന്റെ സമയത്ത് സൗന്ദര്യം നോക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല കളറ്, നിറം? അത് എന്റെ തോട്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ തോട്ടിൽ അത് തോന്നിയിട്ടുണ്ട്. എനിക്കൊരിക്കലും ഒരു സെയിൽസ് മറ്റേ ഗോൾഡ് അല്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ പോയിട്ട് ഓടിച്ചെന്ന് സെയിൽസ്മാൻ ആവാൻ പറ്റില്ല. അവിടെ ആരും നിർത്തൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഭംഗിയും ഒരു ലുക്കും അതൊക്കെയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് തോന്നിയതാണോ? എന്റെ തോന്നലാണത്. കാരണം ആ തോന്നൽ വന്നത് തന്നെ ചിലപ്പം മുന്നത്തെ കാര്യങ്ങൾ, നമ്മൾ കുറെ കേട്ട കാര്യങ്ങൾ, നമ്മൾ അവഗണിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഈ ഒരു തോട്ടുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ചിന്തിച്ചത്. എനിക്കത് അവിടെ പറ്റില്ല, ഞാൻ ആപ്റ്റല്ല എന്ന് പറഞ്ഞ് ഇപ്പുറത്തേക്ക് വരുന്ന, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി അങ്ങനെയാണ്, ഒതുങ്ങി കൂടുന്ന ആളാണ്. അല്ലാണ്ട് ഒരാളെ കുറ്റപ്പെടുത്തി അവരെന്താ നിർത്താത്തതെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. എനിക്കറിയാം, മാറി നിൽക്കും. നമ്മളങ്ങനെയാണ്, നമ്മൾ അനുഭവിച്ചത് അങ്ങനെയാണ്, മാറി നിന്ന്. പക്ഷെ ഇപ്പോഴാണ് അതൊക്കെ ചോദ്യം വന്നതും എല്ലാവർക്കും ഇപ്പൊ തിരിച്ചു ചോദിക്കാനുള്ള ഒരു പവർ വന്നത് ഇപ്പോഴാണ്. ശരിക്കും ഇനിയിപ്പം അഭിനയം തന്നെയാണോ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? അത് തന്നെയാണ്. ഇനിയിപ്പോ നടക്കണമെന്നാണ്, നടക്കുന്നതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. കാരണം വെച്ചാൽ ഇത് ഞാൻ അറിയാതെ വന്നെങ്കിൽ അവിടത്തെ തീരുമാനം അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിട്ടേക്കണേ. അല്ലാണ്ട് സിനിമ കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചോ? LJP ഒക്കെ നല്ലത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ LJP ഒക്കെ അടുത്ത പടത്തിലൊക്കെ ഇനി കാണാൻ പറ്റുമോ നമുക്ക്? ഞാൻ അതൊന്നും പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇത് സ്വപ്നം കാണാത്തൊരു ഏരിയയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, ഞാനിത് സിനിമ ഫുൾ ഉണ്ടാവും, സിനിമയിൽ ഞാൻ ഉണ്ടാവും, ഇനി LJP അങ്ങനെ എനിക്കിത് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുന്നത് എനിക്കൊരു സ്വപ്ന ലോകം തന്നെയാണത്. കാരണം ഇതിനു വേണ്ടി ഞാൻ ഗപ്പി എന്ന സിനിമയിൽ ഞാൻ കണ്ടേക്കണതാണ്. വയസ്സായ കുറേ ആൾക്കാർ വന്നു. അപ്പം ഞങ്ങൾ ആ ഷോ ഇത് കാണാം. പാട്ട് പാടുന്നതിന് താഴെ കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ കൂടെ ഞങ്ങളെപ്പോൾ ഇങ്ങനെ വർത്താനം പറയുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു എത്ര വർഷമായിരുന്നു, ചുമ്മാ വെറുതെ ഇങ്ങനെ 30 വർഷമായിരുന്നു. അവർക്ക് വയസ്സായി, എന്നാൽ അവരത് വിട്ടിട്ടില്ല. അതൊക്കെയാണ് ഡെഡിക്കേഷൻ. അത്രയും ഡെഡിക്കേഷൻ ആയിട്ടുള്ള ആൾക്കാർ ചുറ്റും നിന്നിട്ട് സിനിമ വേണം, സിനിമയ്ക്ക് പോകണം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാൻ വന്ന് കയറിയത് ഇങ്ങനെയാണ്. അപ്പൊ എനിക്കൊരിക്കലും ഇവിടെ നിന്നിട്ട് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല അടുത്ത സിനിമയിൽ കാണാൻ പറ്റും, എനിക്ക് പറ്റുന്നില്ല അത്. കാരണം അവിടെ നിന്ന് വന്ന എനിക്ക് ഇപ്പോഴും ഒരു സ്വപ്നലോകം തന്നെയാണ് ഇത് എനിക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ പരമ ശ്രമിക്കാം, അത്രേ ഉള്ളൂ. ശ്രമിക്കാന്നല്ല, ഞാൻ ശ്രമിക്കും എൻ്റെ ഇതിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, സിനിമ അഭിനയിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അത് എനിക്ക് ഞങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മളിങ്ങനെ ടെക്നിക്കലായിട്ടുള്ള ഇവിടെ നിൽക്കണം, ഇന്ന സ്ഥലത്ത് നിൽക്കണം എന്നുള്ള കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കി തുടങ്ങി. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. ഇതുപോലെയുള്ള ഒരുപാട് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സിനിമ കണ്ടപ്പോൾ. ഒരുപാട് സന്തോഷം. ഓക്കെ.